ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ നിനോയെയാണ്. നിനോ അവളുടെ ക്ലാസ്സിലേക്ക് നടന്നു വരുന്ന സമയം ഒരു ചെറുക്കൻ അവളെ താഴെ തള്ളിയിട്ട ശേഷം അവളോട് തന്നെ അവളെന്തോ തെറ്റ് ചെയ്ത പോലെ മാപ്പ് ചോദിക്കാനായി ആവശ്യപ്പെടുന്നു. അവളാണെങ്കിൽ പേടി കാരണം വാ പോലും തുറക്കാതെ നിൽക്കാണ്. ഇവൻ അവളെ ഇട്ട് ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ കിര എന്ന നമ്മുടെ കഥാനായകനുണ്ടായിരുന്നു. അവനെത്തി ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്ന ആ പയ്യനിട്ട് 2 എണ്ണം പൊട്ടിച്ച് അവന്റെ സൂക്കേടങ്ങ് മാറ്റി കൊടുക്കുന്നു. തന്നെ രക്ഷിച്ച കിരയ്ക്ക് നന്ദി ചോദിക്കാനായി നിനോ അവന്റെ പുറകിന് പോകുന്നു. അങ്ങനെ അവനെ റൂഫ് ടോപ്പിൽ വെച്ച് കാണുന്ന നിനോ അവനോട് താങ്ക്സ് പറയാനായിട്ടാണ് പിന്തുടർന്ന് ഇവിടേക്ക് എത്തിയതെങ്കിലും നേരിട്ട് കണ്ടപ്പോ ഒന്നും പറയാൻ പറ്റാതെ മടിച്ച് നിൽക്കാണ്. ഇവളിങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ട് അവൻ മാറിപ്പോവാനായി തുടങ്ങുമ്പോഴേക്കും അവൾ ഉച്ചത്തിൽ എന്താ നീ മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. ഇവള് പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നത് കേൾക്കുന്ന അവൻ നീ എന്തേ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അടുത്ത ദിവസം കിരായും ഫ്രണ്ട്സും കൂടി ഒരു ഷോപ്പിൽ നിൽക്കുന്ന സമയം വെളിയിലൂടെ നിനോ നടന്നു പോകുന്നത് കിര കാണുന്നു. നിനോയെ കിര ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അവന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാര് കാണുന്നു. നിനക്ക് നോക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ? നീ അവളുടെ കണ്ണ് കണ്ടിട്ടുണ്ടോ? അവളുടെ കണ്ണ് കൊള്ളാത്ത കണ്ണായതുകൊണ്ട് അവളത് ആരും കാണാതിരിക്കാനായി മുടി വരെ നീട്ടി വളർത്തി വെച്ചിരിക്കുക എന്നെല്ലാം കിരയുടെ കൂട്ടുകാര് കമന്റ് അടിക്കുന്നു. പൊതുവെ ജാപ്പനീസ് പെൺകുട്ടികള് ഫ്രിഞ്ചസ് കട്ട് ചെയ്തിടാറുണ്ട്. ഇവിടെ നിനോ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ കണ്ണ് മുമ്പിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കില്ല. അതിനാണ് ഇവന്മാരിങ്ങനെ കമന്റ് അടിക്കുന്നത്. പക്ഷെ ഇതൊന്നും കിര കാര്യമാക്കി എടുക്കുന്നില്ല. അവൻ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി ഒരു ശാന്തമായ സ്ഥലത്ത് ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ബെഞ്ചിൽ ഒരു കുഞ്ഞു കുരുവിയും കൂടി വന്നിരിക്കുന്നു. അതിന്റെ കാലിൽ എന്തോ മുറിവ് സംഭവിച്ചിരിക്കുന്നത് കാണുന്ന കിര അതിന്റെ കയ്യിലെടുത്തു വെച്ച് നീ പറക്ക്, നിനക്ക് സാധിക്കും, നീ ശ്രമിക്ക് എന്നെല്ലാം പറഞ്ഞ് അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇവന്റെ മോട്ടിവേഷനിൽ വീണുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും ആ കുരുവി പറന്നു പോകുന്നു. ഇത് കണ്ട് കിര ആദ്യം സന്തോഷിക്കുന്നുണ്ടെങ്കിലും പിന്നീട് പൊട്ടിക്കരയാണ്. എനിക്ക് മരിക്കണ്ട, എനിക്ക് ജീവിക്കണം, എനിക്ക് ഒറ്റപ്പെടണ്ട എന്നെല്ലാം അവൻ ഇങ്ങനെ പറഞ്ഞു കരയുന്നത് അവിടെ ഉണ്ടായിരുന്ന നിനോ കേൾക്കുന്നു. അവൾ ഉടനെ കരയുന്ന കിരയുടെ അടുത്തേക്ക് എത്തി ഒറ്റപ്പെടലിന്റെ വേദന എനിക്ക് നന്നായി അറിയാമെന്ന് അവനോട് പറയുന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, 365 ദിവസവും നിന്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവള് പറയുമ്പോൾ അപ്പോ നിനക്ക് എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാമോ എന്ന് കിര സംശയത്തോടെ നിന്നയോട് ചോദിക്കുന്നു. അവൾ അറിയാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോവാണ്. വീട്ടിലെത്തിയ നിനോയെ കാണുന്ന അവളുടെ അച്ഛനും അമ്മയ്ക്കും വലിയ സന്തോഷം. കാരണം ഇവള് വളരെ ഷൈ ടൈപ്പാണ്, ആരോടും സംസാരിക്കില്ല. ആൾക്കാര് ഇവളുടെ കണ്ണിൽ നോക്കുന്നതും മുഖത്ത് നോക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഇവള് കണ്ണ് മറയ്ക്കുന്ന രീതിയിൽ മുടി വരെ നീട്ടി വളർത്തിയിരുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഇവളിൽ ഇങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നു. അവള് ആളുകൾക്ക് തന്റെ മുഖം കാണുന്ന രീതിയിൽ ഫ്രണ്ടിൽ ആ ഫ്രിഞ്ചസ് ലെങ്ത് കുറച്ചിരിക്കുന്നു. ഇത് കാണുന്ന അച്ഛനും അമ്മയും മകളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വരുന്നതിന്റെ ലക്ഷണമായി അത് കാണുന്നു. നിനോ വീട്ടിലൊരു ചെറിയ കിളിയെ വളർത്തുന്നുണ്ട്. അവള് കൂടാതെ ഇതുപോലെയുള്ള ഒരുപാട് കിളികളുടെ ടോയ്സ് ഉണ്ടാക്കി വെക്കുന്നുമുണ്ട്. അവൾക്ക് കിളികള് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. നിനോ ആ സമയം മുന്നേ നടന്ന ഒരു ഇൻസിഡന്റ് ഓർക്കാണ്. ഒരു ദിവസം ക്ലാസ്സിലിരുന്ന നിനോ ഒരു കിളിയുടെ പാവ ഉണ്ടാക്കുന്ന സമയം അവളുടെ തന്നെ ക്ലാസ്സിലെ 2 പെൺകുട്ടികളെത്തി ആ പാവ തട്ടിപ്പറിക്കുകയും അതിനെപ്പറ്റി വളരെ മോശമായി സംസാരിക്കുകയും ചെയ്യുന്നു. നിനോ ആദ്യം കേട്ടിരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവള് സഹിയിട്ട് 2 എണ്ണം തിരിച്ചു പറയുന്നു. അവള് സീറ്റിൽ വന്നിരിക്കുമ്പോൾ ഈ പെണ്ണുങ്ങള് നിനോയുടെ കണ്ണിനെ പറ്റി വളരെ മോശമായ രീതിയിൽ കമന്റ് അടിച്ച് അവിടെ നിന്ന് പോകുന്നു. ഈ നടന്ന കാര്യങ്ങളെല്ലാം കിര കാണുന്നുണ്ടായിരുന്നു. കിര നിനോയുടെ അടുത്തേക്ക് എത്തി അവളുടെ മുടി ഒതുക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറയാണ്, അവളുമാര് പറഞ്ഞ പോലെ നിന്റെ കണ്ണ് മോശമൊന്നുമല്ല, നീ സുന്ദരിയാണ്. എന്തായാലും ഇപ്പോൾ അവരോട് തിരിച്ചു പറഞ്ഞ രീതി എനിക്കിഷ്ടായി. അതേപോലെ ബോൾഡ് ആവാൻ ശ്രമിക്കുന്ന അവൻ പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ഒരു സ്റ്റിക്കറും ഒട്ടിക്കുന്നു. അവൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ചിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം അവള് സ്കൂളിൽ പോകാനായി വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അവിടെ കിര കാത്തിരിപ്പുണ്ടായിരുന്നു. നിനോയെ കണ്ടപാടെ 365 ദിവസവും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഇന്നലെ എന്നോട് നീ പറഞ്ഞല്ലേ ഉള്ളൂ, എന്നിട്ട് ഫസ്റ്റ് ഡേയെ ഇങ്ങനെ ലേറ്റ് ആക്കുകയാണോ എന്ന് അവൻ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അവൾക്ക് അവൻ താനുമായി കമ്പനി ആകുന്നതിൽ വളരെ ഹാപ്പി ആണെന്ന് മനസ്സിലാവുന്നു. അവന്റെ കൂടെ നടക്കുന്ന സമയം ഈ ഒരു ദിവസത്തിനായി ഞാൻ ഒരുപാട് കാത്തിരുന്നതാണല്ലോ എന്ന് അവള് മനസ്സിൽ ഓർക്കുന്നു. അങ്ങനെ 2 പേരും സ്കൂളിലേക്ക് പോകുന്നു. ഇവർ 2 പേരും ഒന്നിച്ച് സ്കൂളിലേക്ക് വരുന്നത് കിരയുടെ ഫ്രണ്ട്സ് എല്ലാം വളരെ അതിശയത്തോടെ നോക്കി നിൽക്കാണ്. അതിലും വലിയ അതിശയം ഫ്രണ്ടിലെ ഫ്രിഞ്ചസിന്റെ ലെങ്ത് കുറച്ച നിനോയെ കാണുമ്പോഴാണ്. അങ്ങനെ പിന്നീട് ക്ലാസ്സിലിരുന്ന് ഒരു കിളിയുടെ ബൊമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നിനോ. കിര അവളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നു. നിനക്ക് കിളികളെയൊക്കെ വലിയ ഇഷ്ടമാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ പിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിതുപോലെ ജീവനുള്ള ഒന്ന് വീട്ടിലുണ്ട്, കൂടാതെ ഒരുപാട് പാവകളെയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അവള് പറയുമ്പോൾ പിന്നീട് ഇവൻ ഇവളെയും കൂട്ടി സൂവിലേക്ക് ചെല്ലുന്നു. അവിടെയുള്ള ഓരോ കിളികളെയും പറ്റി വളരെയധികം വാചാല ആവുകയാണ് നിനോ. നിനോ വളരെ ഹാപ്പി ആയിട്ടുണ്ട്. അവളുടെ പ്രസൻസ് കിരയെയും ഹാപ്പി ആക്കുന്നു. അന്ന് വൈകിട്ട് പിരിയാൻ നേരം അവൻ അത് അവളോട് തുറന്നു പറയുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേക ഫീല് ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്.
ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു സന്തോഷം എനിക്കിപ്പോ കിട്ടുന്നുണ്ട്. എല്ലാം നീ കാരണമാണെന്ന് അവൻ പറയുന്നു. ഇത് വീട്ടിലിരുന്ന് അവൾ ആലോചിക്കുകയാണ്. ആ സമയത്താണ് മറ്റൊരു കാര്യവും അവളുടെ മനസ്സിലേക്ക് വരുന്നത്. നിനോയുടെ പേരൻസിന്റെ സുഹൃത്തിന്റെ മകനാണ് കിര. കിരയ്ക്ക് ഒരു അസുഖമുണ്ട്. അവൻ ആ അസുഖം മൂലം അധികം നാള് വൈകാതെ മരിക്കുന്നതാണ്. ഏറി വന്നാൽ 1 വർഷം, അത്രേ ഉള്ളൂ അവന്റെ ആയുസ്. ഇത് തന്റെ പേരൻസിന്റെ സംഭാഷണത്തിലൂടെ കേട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ് നിനോയും. അവൾ പക്ഷെ ഈ അസുഖത്തെ പറ്റി അറിഞ്ഞിട്ട് പോലും കിരയെ ഇഷ്ടപ്പെടുന്നു. അവനെ ഹാപ്പിയാക്കി വെക്കണമെന്നും ശിഷ്ടമുള്ള നാള് അവൻ വളരെ ഹാപ്പിയായി തന്റെ കൂടെ ഉണ്ടാകണമെന്നും ആ ഒരു സന്തോഷത്തിന്റെ കാരണം താൻ ആകണമെന്നുമെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം സ്കൂളിലേക്ക് പതിവ് പോലെ നിനോയും കിരയും ഒന്നിച്ചു പോകുന്ന സമയം റോഡിൽ വെച്ച് കിരയുടെ റേ എന്ന ഒരു സുഹൃത്തിനെ ഇവര് കാണുന്നു. റേ ആണെങ്കിൽ വളരെ അധികാരഭാവത്തിൽ കിരയോട് മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. നിനോ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. എന്തായാലും അവരുടെ സംഭാഷണത്തിൽ നിന്ന് കിരയുടെ ബർത്ത്ഡേ ഈ അടുത്തെങ്ങാണ്ടാണെന്ന് മനസ്സിലാക്കുന്ന നിനോ പിന്നീട് സ്കൂളിൽ ചെന്ന് കിരയുടെ ഒരു സുഹൃത്തിനോട് അവന്റെ കറക്റ്റ് ബർത്ത്ഡേ എന്നാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. അത് അടുത്ത ദിവസമാണെന്ന് മനസ്സിലാക്കുന്ന അവൾ കിര അറിയാതെ അവന് വേണ്ടി ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യാനായി തീരുമാനിക്കുന്നു. അവള് തന്നെ കുറെ ഇൻവിറ്റേഷൻ കാർഡ്സ് ഉണ്ടാക്കി സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നു. കൂടാതെ ഡെക്കറേഷന് വേണ്ടിയുള്ള ഐറ്റംസും എല്ലാം അവൾ തനിയെ ഉണ്ടാക്കുന്നു. ബർത്ത്ഡേക്ക് വേണ്ടി കേക്കും അവൾ അവളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ശേഷം ഒരു സ്ഥലത്ത് പാർട്ടിക്കുള്ള എല്ലാം തനിയെ അറേഞ്ച് ചെയ്യുന്നു. പിന്നീട് പാർട്ടിയുടെ സമയമാകുമ്പോൾ അങ്ങോട്ടേക്ക് ഫ്രണ്ട്സ് ഓരോരുത്തരായി എത്തുന്നു. ആ കൂട്ടത്തിൽ കിരയുടെ റേ എന്ന ഫ്രണ്ടിനെയും നിനോ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവളും എത്തുന്നു. ബർത്ത്ഡേ പാർട്ടിക്ക് എത്തിയ റേ അവിടെ നിനോ ഉണ്ടാക്കി വെച്ച കേക്ക് കണ്ടപാടെ അവളോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്താ കിരയെ കൊല്ലാനുള്ള പദ്ധതിയാണോ? അവന് ഈ സ്വീറ്റ്സ് ഒന്നും ഇഷ്ടമല്ല, അവൻ ഡയറ്റില്ല, അതൊന്നും അറിയാതാണോ നീ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് റേ ചോദിക്കുമ്പോൾ ഇത് കേൾക്കുന്ന നിനോയ്ക്ക് വിഷമമാകുന്നുണ്ടെങ്കിലും അവൾ അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ പിന്നീട് കിര അവിടേക്ക് എത്തുമ്പോൾ വളരെ സർപ്രൈസ്ഡ് ആവുകയാണ്. കാരണം ഇങ്ങനെ ഒരു ബർത്ത്ഡേ പാർട്ടി അവൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അവൻ വളരെ ഹാപ്പിയായി അവിടെ സമയം ചെലവഴിക്കുന്നു. ഇതെല്ലാം ഒരറ്റത്ത് മാറി നിന്ന് നിനോയും കാണുന്നു. അന്ന് പാർട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്താണ് നിനോ ആണ് തനിക്ക് വേണ്ടി ഈ ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തത് എന്ന കാര്യം കിര അറിയുന്നത്. പക്ഷെ അവളെ അവിടെയെങ്ങും തപ്പിയിട്ട് കാണുന്നില്ല. ഈ സമയം അവിടേക്ക് നിനോയുടെ അമ്മ എത്തുന്നു. നിനോയുടെ അമ്മയുടെ സംഭാഷണത്തിൽ നിന്ന് നിനോയുടെ അമ്മ വളരെ ഹാപ്പിയായി കിരയോട് എന്റെ മോള് വളരെ ഗ്ലൂമിയും ഷൈയുമായിരുന്നു, ഇപ്പോ മോനുമായിട്ടുള്ള കൂട്ടാണ് അവളെ അതിൽ നിന്ന് പതിയെ പതിയെ വെളിയിലേക്ക് കൊണ്ടുവരുന്നത്, അതിന് ഒരുപാട് നന്ദിയുണ്ട്. കൂടാതെ ഇന്ന് അവളുടെയും ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോഴാണ് തന്റെയും നിനോയുടെയും ബർത്ത്ഡേ ഒരേ ദിവസമാണെന്ന് കിര മനസ്സിലാക്കുന്നത്. അങ്ങനെ കുറച്ചു നേരത്തെ അന്വേഷണത്തിനൊടുവിൽ ഒരു സ്ഥലത്ത് നിനോ നിൽക്കുന്നത് കിര കാണുന്നു. അവൻ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവൾ അവന് വേണ്ടി ഉണ്ടാക്കിയ കേക്ക് കളയാനായിട്ടുള്ള ഒരുക്കമായിരുന്നു. അവൻ പക്ഷെ അവളത് കളയുന്നതിന് മുന്നേ അവളെ തടഞ്ഞ് ആ കേക്ക് നോക്കുന്നു. ഇവള് തനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണിതെന്ന് മനസ്സിലാക്കുന്ന കിരയ്ക്ക് ഒരുപാട് സന്തോഷം. അവൻ വളരെ ഇമോഷണൽ ആകുന്നു. ആ സമയം കിര അവന്റെ അസുഖത്തെ പറ്റി നിനോയോട് സംസാരിക്കുന്നു. ഹൃദയ സംബന്ധമായ അസുഖമാണ് അവനുള്ളതെന്നും അതുമൂലം ഇനി കുറച്ചു നാളെ അവന് ആയുസുള്ളൂ എന്നും അറിഞ്ഞതിനു ശേഷം അവന്റെ ജീവിതം എത്രത്തോളം ശോകം നിറഞ്ഞതായിരുന്നു, അവൻ എത്രത്തോളം അപ്സെറ്റ് ആയിരുന്നു എന്ന കാര്യങ്ങളും ആ ഒരു ശൂന്യതയിലേക്ക് നിനോ വന്നതിനു ശേഷം അവനിപ്പോൾ എത്രത്തോളം ഹാപ്പി ആയിട്ടുണ്ടെന്നുമെല്ലാം അവൻ പറയുന്നു. ഇത് കേൾക്കുന്ന നിനോ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് കിര അവളോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് അവളെ വിഷ് ചെയ്യുന്നത്. അത് കേൾക്കുന്ന അവൾക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് ചെന്ന് എല്ലാ കൂട്ടുകാരുടെയും മുന്നിൽ വെച്ച് ഉറക്കെ കിര നിനോ തന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് അവളെ ചേർത്ത് നിർത്തി പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനി അവളെ ആരെങ്കിലും കളിയാക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ താൻ നോക്കിയിരിക്കില്ല എന്ന താക്കീതും അവൻ കൊടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിന്റെ നാളുകളാണ്. രണ്ടുപേരും വളരെ ഹാപ്പിയായി സമയം ചെലവഴിക്കുന്നു. അങ്ങനെ ഇരിക്കെ ക്രിസ്മസ് കടന്നു പോകുന്നു. ക്രിസ്മസിന് കിര നിനോയ്ക്ക് ഒരു പെയർ ഗ്ലൗസും നിനോ കിരയ്ക്ക് ഒരു സ്കാർഫുമാണ് ഗിഫ്റ്റായി കൊടുക്കുന്നത്. അങ്ങനെ ക്രിസ്മസിന് ശേഷം ന്യൂ ഇയർ വരുന്നു. കിരയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ജിന്നിന് റേയെ ഇഷ്ടമാണെന്ന് അതിനോടകം തന്നെ അവന്റെ സംസാരത്തിൽ നിന്ന് നിനോ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവൾ ആ കാര്യം കിരയോട് പറഞ്ഞ് രണ്ടുപേരെയും സെറ്റാക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു 4 പേരും ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ റേ അവളുടെ ഫോണിലെ കിരയുടെയും അവളുടെയും ഒരു ഫോട്ടോ കാണിച്ചിട്ട് കിര അവളുടെ എക്സ് ആണെന്നും അതിനുശേഷമാണ് നിനോ കിരയുടെ ജീവിതത്തിലേക്ക് വന്നതെന്നും എല്ലാം പറയുന്നു. ഇത് കേൾക്കുന്ന നിനോ വളരെ അപ്സെറ്റായി അവിടെ നിന്ന് പോകുമ്പോൾ കിര പുറകിന് ചെന്ന് സമാധാനിപ്പിക്കുകയാണ്. അവള് പറഞ്ഞത് വെറുതെയാ, ഞാനും അവളും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, എനിക്ക് അസുഖം വരുമ്പോഴൊക്കെ അവൾ എന്നെ നന്നായി കെയർ ചെയ്തിട്ടുണ്ട്, അല്ലാതെ അതിനപ്പുറം ഒരു റിലേഷൻ ഞങ്ങൾക്കിടയിൽ ഇല്ല എന്ന് കിര പറയുമ്പോൾ റേയും അവിടേക്ക് എത്തി ഞാൻ ചുമ്മാ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായി പറഞ്ഞതാ, നിങ്ങളാണ് നല്ല ജോഡി, നീ എപ്പോഴും കിരയുടെ കൂടെ ഉണ്ടാകണമെന്ന് റേ നിനോയോട് പറയുന്നു. ഈ സമയം കിരയ്ക്ക് വല്ലാത്ത നെഞ്ചുവേദന എടുക്കുന്നു. തുടർന്ന് അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. അപ്പോൾ റേ അവിടെ വെച്ച് നിനോയോട് പറയാണ് കിരയെ പോലെ തന്നെ റേയും ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു, പക്ഷെ
റേയുടെ അസുഖമെല്ലാം ഒരു ചെറിയ സർജറിയിലൂടെ മാറി. കിരയുടേത് അങ്ങനെയല്ല, അവന് ഒരു മേജർ സർജറി ചെയ്യേണ്ടതാണ്. പക്ഷെ അത് ചെയ്താൽ തന്നെ അവൻ അതിൽ നിന്ന് റിക്കവറായി സർവൈവ് ചെയ്യുമോ എന്ന് യാതൊരു ഗ്യാരണ്ടിയും ഡോക്ടേഴ്സ് പറയുന്നില്ല എന്ന്. ഇതെല്ലാം കേൾക്കുന്ന നിനോയ്ക്ക് കിരയോടുള്ള ഇഷ്ടം കൂടുന്നതേയുള്ളൂ. അങ്ങനെ എന്തായാലും കിര പതിയെ അവന്റെ ആരോഗ്യനില വീണ്ടെടുക്കുന്നു. വീണ്ടും നിനോയും കിരയും വാലന്റൈൻസ് ഡേ ദിവസം കണ്ടുമുട്ടുന്നു. വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാത്ത നേരത്ത് നിനോ കിരയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ അവർ കുറച്ച് ക്ലോസ് ആയിരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് നിനോയുടെ പേരൻസ് എത്തുന്നു. അവരത് കാണുന്നു. കിര നിനോയുടെ അച്ഛനോട് അവന് അവളെ ഇഷ്ടമാണെന്നും കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന നിനോയുടെ അച്ഛൻ കിരയോട് തനിയെ സംസാരിക്കുകയാണ്. എന്റെ മകള് അവളുടെ ജീവിതത്തിന്റെ ഇത്രയും കാലം ആളുകളിൽ നിന്ന് അകന്നാണ് കഴിഞ്ഞിരുന്നത്. ഇപ്പോഴാണ് അവള് സോഷ്യലി കുറച്ച് ആക്റ്റീവ് ആകാൻ തുടങ്ങിയത്, ആളുകളോട് മിണ്ടാൻ ചിരിക്കാനും തുടങ്ങിയത്. അത് നീ കാരണമായിരിക്കാം. പക്ഷെ നീ അവളുടെ ജീവിതത്തിലേക്ക് വന്ന് പെട്ടെന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ അത് അവളിൽ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അവൾക്ക് ഇനിയും ജീവിതം ബാക്കിയില്ലേ? അവൾ എത്രത്തോളം ഈ ലോകം ഇനിയും കാണാനും കേൾക്കാനും അനുഭവിക്കാനും കിടക്കുന്നു. നീ അതുപോലെ അല്ലെന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് നീയായിട്ട് എന്റെ മകളുടെ നല്ലൊരു ഭാവി ഇല്ലാതാക്കരുതെന്ന് ആ അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോൾ കിരയ്ക്ക് അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതറിയുന്ന നീനോ അച്ഛനോട് വഴക്കുണ്ടാക്കുന്നു. അതിന്റെ പേരിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് അടിയും കൊള്ളുന്നു. പക്ഷെ അവൾ കിരയെ തപ്പി വീട്ടിന് വെളിയിലേക്ക് ഓടുന്നു. എവിടെയും അവനെ കണ്ടില്ല. അടുത്ത ദിവസം അവൻ സ്കൂളിലും വന്നിട്ടില്ല, വീട്ടിലും അവനില്ല. അവനെ പറ്റി ഒരുപാട് അന്വേഷിക്കുന്നു. അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിനും അവൻ എവിടെയാണെന്ന് അറിയില്ല. ഒടുവിൽ റേ ആണ് പറയുന്നത് ചിലപ്പോൾ അവൻ അവന്റെ അമ്മയുടെ ശവകുടീരത്തിന്റെ അടുത്ത് കാണുമെന്ന്. അങ്ങോട്ടേക്ക് നിനോയും കിരയുടെ ബെസ്റ്റ് ഫ്രണ്ടും തപ്പിച്ചെല്ലുന്നു. പാതി വഴി എത്തുമ്പോൾ ഞാൻ അവനെ പോയി സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ബെസ്റ്റ് ഫ്രണ്ട് കിരയെ തപ്പിപ്പോകുന്നു. അവൻ റേ പറഞ്ഞ പോലെ അമ്മയുടെ ശവകുടീരത്തിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് എന്തിനാ നീ ഇങ്ങനെ നിനോയെ സങ്കടപ്പെടുത്തുന്നതെന്ന് സുഹൃത്ത് ചോദിക്കുമ്പോൾ കിര അവളുടെ അച്ഛൻ പറഞ്ഞത് സത്യമല്ലേ? ആയുസില്ലാതെ ഞാൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവളെ കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്തിനാണെന്ന് കിര ചോദിക്കുന്ന സമയം മനുഷ്യന്റെ ആയുസിന് ഒരു ഗ്യാരണ്ടിയില്ല. നിനക്ക് അസുഖമുള്ളത് കൊണ്ടല്ലേ നീ ഇപ്പൊ മരിക്കുമെന്ന രീതിയിൽ ഇങ്ങനെ പെരുമാറുന്നത്? ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഞാനോ റേയോ നിനോയോ എത്ര നാള് കാണുമെന്ന് ആർക്കറിയാം? ആർക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സംഭവിക്കുന്നത് സംഭവിക്കട്ടെ, അത്രയും നാള് ഹാപ്പി ആയിട്ട് ഇരുന്നൂടെ എന്നെല്ലാം പറഞ്ഞ് സുഹൃത്ത് കിരയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശേഷം അവനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു കല്യാണ ചെറുക്കനെ പോലെ അവനെ അണിയിച്ചൊരുക്കി ഒരു പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതേ സമയം അവിടേക്ക് നിനോയെ കല്യാണ പെണ്ണിനെ പോലെ ഒരുക്കി റേയും കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് കിരയുടെയും നിനോയുടെയും കല്യാണം നടത്താനായി റേയും ഈ സുഹൃത്തും തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ആ സമയം കിര നിനോയോട് അവൻ സർജറിക്ക് തയ്യാറാണെന്നും ഇത്രയും നാള് റിസൾട്ട് എന്താകുമെന്നറിയാത്ത ഒരു സർജറിക്ക് നിന്നു കൊടുക്കാനുള്ള ധൈര്യം തനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അത് പോസ്റ്റ്പോണ്ട് ചെയ്തു വെച്ചതെന്നും പക്ഷെ ഇപ്പോൾ തന്റെ പ്രണയം അതിന്റെ ശക്തി തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന വിശ്വാസം തനിക്കുണ്ടെന്നും പറഞ്ഞ് കിര നിനോയോട് സംസാരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നിനോയുടെ അച്ഛനും അമ്മയും കിരയുടെ അച്ഛനും എത്തുന്നു. ഈ മാതാപിതാക്കൾക്കും ഇവരുടെ വിവാഹത്തിൽ സന്തോഷമേ ഉള്ളൂ. അങ്ങനെ അവിടെ വെച്ച് അവർ വിവാഹിതരാകുന്നു. തുടർന്ന് അമേരിക്കയിലേക്ക് സർജറിക്ക് വേണ്ടി കിര പോകുന്നു. കത്തിലൂടെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുമുണ്ട്. അവസാനം വന്ന കത്തിൽ ഒരാഴ്ചയും കൂടിയേ കിരയുടെ സർജറിക്ക് ബാക്കിയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 1.5 ആഴ്ചയ്ക്ക് ശേഷം കിര തിരിച്ചെത്തുന്ന ആ ദിവസം നിനോ അവനെ കാത്തു നിൽക്കുന്നു. സർജറി എല്ലാം കഴിഞ്ഞ് വളരെ ആരോഗ്യവാനായി കിര തിരിച്ചെത്തുന്നു. അവനെ കാത്തു നിൽക്കുന്ന നിനോയോട് ഇന്നേക്ക് നമ്മൾ കണ്ടുമുട്ടിയിട്ട് ഇപ്പോൾ 1 വർഷം തികഞ്ഞിരിക്കുന്നു. വെറും 365 ദിവസങ്ങളല്ല, ഓരോ 365 ദിവസങ്ങളിലും നമ്മൾ ഒന്നിച്ചു വേണമെന്ന് നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. ഇനി ജീവിതാവസാനം വരെ നമ്മൾ ഒന്നിച്ചുണ്ടാകുമെന്ന് പറഞ്ഞ് കിരയും നിനോയും വളരെ ഹാപ്പി ആയിരിക്കുന്നു. കിരയുടെ സർജറി സക്സസ് ആയിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇവർ കടക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ലവ് സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ജാപ്പനീസ് ലവ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.